കൊച്ചി കളമശ്ശേരിയിൽ കോളേജ് ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടികൂടി. കളമശ്ശേരി പോളിടെക്നിക് കോളേജിന്റെ ഹോസ്റ്റലിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത്. 2 കിലോയോളം കഞ്ചാവാണ് പിടികൂടിയത്. സംഭവത്തിൽ 3 വിദ്യാർത്ഥികൾ അറസ്റ്റിൽ. SFI ഭരിക്കുന്ന ക്യാമ്പസിലെ ഹോസ്റ്റലിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത്. രേഷ്മ ബാബു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. രേഷ്മ, എന്താണ് വിശദാംശങ്ങൾ? ദേവിക, കളമശ്ശേരിയിലെ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ മെൻസ് ഹോസ്റ്റലിൽ നിന്നുമാണ് കഞ്ചാവ് പിടികൂടിയിട്ടുള്ളത്. 1.9 കിലോഗ്രാം എന്നാണ് FIR-ൽ പറഞ്ഞിരിക്കുന്നത്. 2 വിദ്യാർത്ഥികളെ ഇതുമായി ബന്ധപ്പെട്ടല്ല, ക്ഷമിക്കണം, 3 വിദ്യാർത്ഥികളെ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കഞ്ചാവ് പിടികൂടിയിട്ടുള്ളത് SFI നാളുകളായിട്ട് ഭരിക്കുന്ന ക്യാമ്പസിൽ നിന്നാണ്. നേരത്തെ ഇവിടെ KCയും ഭരണം നടത്തിയിരുന്നു. എന്തായാലും ക്യാമ്പസിൽ നിന്ന് ഈ 2 കിലോയേക്കാൾ കൂടുതൽ കഞ്ചാവ് പിടികൂടിയിട്ടുണ്ട് എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. പക്ഷേ രേഖാമൂലം FIR-ൽ പറയുന്നത് 1.9 കിലോഗ്രാം എന്നാണ്. ആകാശ്, ആദിത്യൻ തുടങ്ങിയ പേരുകളിലുള്ള വിദ്യാർത്ഥികളെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും പൊതികളാക്കിയായിരുന്നു കഞ്ചാവ് വെച്ചിരുന്നത് വിൽപ്പനയ്ക്കായിട്ട്. അതായത് നേരത്തെ ക്യാമ്പസിൽ ഹോളി ആഘോഷം നടന്നിരുന്നു. രാത്രിയിൽ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് കഞ്ചാവ് അവിടെ ഹോസ്റ്റലിൽ കുട്ടികൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ 2 കിലോഗ്രാം കഞ്ചാവ് പിടികൂടിയിട്ടുള്ളത്. കളമശ്ശേരി പോലീസിന്റെയും അതോടൊപ്പം തന്നെ ഡാൻസ് ഓഫ് സംഘത്തിന്റെയും നേതൃത്വത്തിലായിരുന്നു, സംയുക്തമായിട്ടായിരുന്നു പരിശോധന നടന്നത്. നേരത്തെ അവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയെ കഞ്ചാവ് കൈവശം വെച്ചതിന് പോലീസ് പിടികൂടിയിരുന്നു. തുടർന്ന് വീണ്ടും ആ ഹോസ്റ്റൽ കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ ക്യാമ്പസ് കേന്ദ്രീകരിച്ചും പോലീസിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം നിരീക്ഷണം നടത്തിയിരുന്നു. തുടർന്നാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി ഒരു രഹസ്യ വിവരം ലഭിക്കുന്നത്. പെരിയാർ എന്നാണ് ഈ മെൻസ് ഹോസ്റ്റലിന്റെ പേര്. പെരിയാർ മെൻസ് ഹോസ്റ്റലിലെ 2 റൂമുകളിലായിട്ടാണ് കഞ്ചാവ് വിൽപ്പനയ്ക്ക് എത്തിച്ചിട്ടുള്ളത്. വലിയ രീതിയിലുള്ള അതായത് ഭാരം കൂടുതൽ, അതായത് കൂടുതൽ അളവിലുള്ള കഞ്ചാവാണ് എത്തിച്ചിട്ടുള്ളത് തുടങ്ങിയ രഹസ്യ വിവരമായിരുന്നു പോലീസിന് ലഭിച്ചത്. ആദ്യഘട്ടത്തിൽ അതിൽ പ്രാഥമികമായിട്ടുള്ള അന്വേഷണം പോലീസ് നടത്തിയിരുന്നു. അത് സ്ഥിരീകരിച്ച ശേഷമാണ് ക്യാമ്പസിനുള്ളിലേക്ക് പോലീസ് പ്രവേശിച്ചത്. സാധാരണ രീതിയിൽ ഒരു ക്യാമ്പസിൽ പോലീസ് പ്രവേശിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് കഞ്ചാവൊക്കെ തന്നെ അവിടെ ഉണ്ട് എന്ന് വിവരം ലഭിച്ചു കഴിഞ്ഞാൽ അതിലൊരു അന്വേഷണം, ആ വിവരം സ്ഥിരീകരിക്കപ്പെടേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ പോലീസ് അത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് കടക്കുകയുള്ളൂ. ഡാൻസ് ഓഫ് സംഘത്തിന്റെയും സഹായം പിന്നീടായിരുന്നു കളമശ്ശേരി പോലീസ് തേടിയത്. എന്തായാലും രഹസ്യ വിവരം അത് സ്ഥിരീകരിച്ചുകൊണ്ട് തന്നെ രാത്രി 9 മണിയോടുകൂടി പോലീസ് സംഘവും അതോടൊപ്പം തന്നെ ഡാൻസ് ഓഫ് സംഘവും കോളേജ് ഹോസ്റ്റലിൽ എത്തി. അതിനുശേഷം രാവിലെ 4 മണിയോടുകൂടിയാണ് ഈ പരിശോധന പൂർത്തീകരിച്ചത്. എന്തായാലും നിലവിൽ കണ്ടെത്തിയിട്ടുള്ളത് 2 കിലോഗ്രാമോളം കഞ്ചാവ് തന്നെയാണ്. 3 വിദ്യാർത്ഥികൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവുകയും ചെയ്തിട്ടുണ്ട്. കഞ്ചാവ് ആരാണ് എത്തിച്ചെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ട്. ആ ആളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്കും കടക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ നേരത്തെ തന്നെ നിലവിൽ കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി മരുന്നുകൾ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ തന്നെ വിൽപ്പനയ്ക്ക് കൊണ്ടുവരികയും ചില വിദ്യാർത്ഥി സംഘങ്ങളുടെ നേതൃത്വത്തിൽ വിൽപ്പന നടത്തുകയും ചെയ്തിരുന്നു. അതായത് ഇതിന്റെ ഒരു രീതി എന്ന് പറയുന്നത്, ചെറിയ പൊതികളാക്കി വെച്ചിട്ട് ആവശ്യക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ മെൻസ് ഹോസ്റ്റലിലെ കഞ്ചാവ് വിൽപ്പനക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ റൂമുകളിലേക്ക് എത്താം. അവർ കൃത്യമായിട്ട് പണം വാങ്ങിക്കൊണ്ട് ഈ കഞ്ചാവ്, അതായത് ചെറിയ പൊതികളിലാക്കിയിട്ടുള്ള കഞ്ചാവ് ഈ പറയുന്ന ആവശ്യക്കാർക്ക് നൽകുകയും ചെയ്യും. എന്തായാലും ഹോളി ആഘോഷത്തിന്റെ മറവിലായിരുന്നു വലിയ രീതിയിലുള്ള കഞ്ചാവ് വിൽപ്പന നടന്നിരുന്നത്. എന്തായാലും പോലീസിന് രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് രാത്രിയിൽ പരിശോധന നടത്തിയത്. എന്തായാലും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കളമശ്ശേരി പോലീസാണ് കേസ് എടുത്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ട്. എവിടെ നിന്നാണ് കഞ്ചാവ് വരുന്നത്, അതോടൊപ്പം തന്നെ ആരൊക്കെയാണ് ഇതിന്റെ ഇടനിലക്കാർ, ഇതൊക്കെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് പോലീസ് സംഘം കടക്കുന്നത്. എന്തായാലും ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ സിന്തറ്റിക് ലഹരിയാകട്ടെ, കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി മരുന്നുകളാകട്ടെ, ഇതൊക്കെ തന്നെ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. വിൽപ്പനക്കാരായിട്ട് വിദ്യാർത്ഥികൾ മാറുന്നുണ്ട് എന്നതിന്റെ വലിയൊരു തെളിവ് തന്നെയാണ് ഇപ്പോൾ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ഉണ്ടായിട്ടുള്ളത്. ഇതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് വിദ്യാർത്ഥി സംഘടനകൾ സജീവമായിട്ടുള്ള ക്യാമ്പസ്, അതും പ്രത്യേകിച്ച് SFI കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ പ്രചാരം നടത്തിയത് ലഹരി മരുന്നിനെതിരായിട്ടുള്ള വലിയൊരു വാരാഘോഷം തന്നെ നടത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവർ ഭരിക്കുന്ന അതേ കോളേജിൽ, നേരത്തെ KSUം ഭരിച്ചിരുന്ന കോളേജിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള കഞ്ചാവ് വേട്ട നടത്തിയിട്ടുള്ളത്. ഒരു വശത്തൂടെ പരിശോധനകൾ നടക്കുമ്പോഴും മറ്റൊരു വശത്തൂടി ഇത്തരം കാര്യങ്ങളെ മാത്രമല്ല, സഭയിൽ പൊതുമരാമത്ത് മന്ത്രി പറഞ്ഞതും അത് തന്നെയാണ്. ഇതെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് എന്ന് പറയുമ്പോൾ ഒരു ദിവസം ഒരു ബുള്ളറ്റിനിൽ തന്നെ എത്ര ഒറ്റപ്പെട്ട സംഭവങ്ങൾ വരുന്നു എന്നുള്ളതാണ്.